നിശബ്ദരായിരിക്കുക. സ്വാഗതം പറയാനായിട്ട് ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ എന്തിനാ ഇവിടെ കൂടിയെന്ന് എല്ലാവർക്കും ധാരണ ഉണ്ടോ? എന്താ കാര്യം? പാർക്കുണ്ടല്ലേ? ഇപ്പൊ വേദിയിലിരിക്കുന്ന മാനേജർ എന്റെ സഹപ്രവർത്തകരെ മാനേജർ നമുക്കായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? കുറെ ദിവസമായി കാരണം വിചാരിച്ചില്ലേ? വയനാട് ദുരന്തം ഉണ്ടായി. അയാൾക്ക് ഉണ്ടാക്കി വെച്ച സാധനം കെട്ടിക്കെടുത്ത് തീർക്കുന്നു. അപ്പൊ അയാൾ ദിവസം സാമ്പത്തിക പിന്നെ അയാൾ കേട്ട് വിളിക്കലോടി ഞങ്ങൾ വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ സ്വന്തം തീരെ ഞങ്ങളുടെ പെരീക്കൊന്നും കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പറ്റൂല കുട്ടികൾക്ക് പറഞ്ഞതിന്റെ പേര് അവരാണ് അതിന്റെ പിന്നെ കൂടിയാണ്. രാവും പകലില്ലാതെ അവരുടെ ഈ രാത്രി 8 രാത്രി കൊണ്ട് അതിന്റെ സ്വന്തം പണിയെല്ലാം ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പണിയാണ്. സാമ്പത്തികം എന്താണെന്നാണ് കൂടി 2,86,000 അത് കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ പറഞ്ഞവര് നമ്മുടെ ഇതൊക്കെ ഒന്ന് മാറ്റുകയാണെന്ന് എഴുതുക. വളരെയധികം പ്രയോജനകരമായി വലിയ ആൾക്കാർക്ക് ആലോചിക്കാൻ പറ്റുന്നതാണ് പുറത്തുള്ള മതിന്മേൽ എഴുതിയ ആ സംഭവങ്ങൾ. ആന്തരികതായിട്ടും പലരുന്ന വിവചനങ്ങളായിട്ടും പലതുള്ള കേൾക്കുക. അപ്പൊ വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് വലിയ ആൾക്കാർ ആലോചിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ഉപകാരപ്രദമായ. അപ്പൊ നമ്മുടെ തെരുവിലൊക്കെ പോകണം, നമ്മുടെ ഇതിനായതുകൊണ്ട് കലാകാരന്റെ സുഖം അത് കിട്ടാൻ പ്രയാസമാണ്. അത് വരെ കുളിച്ച് പൊറുതി എടുത്താണ് കൊണ്ടുവന്ന് 50,000 രൂപയ്ക്ക് അത് മാത്രം പിന്നെ കരാർ കൊടുത്തു. ഇത് അതിന്റെ ശേഷം അപ്പൊ അത് നീണ്ടുപോയി വീണ്ടും അത് ചെയ്യട്ടെ നമ്മൾ ചെയ്യാൻ മതിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നീണ്ടു പോയതത്. പക്ഷെ ഇപ്പോഴ് ഓരോന്നിനും ഓരോരോ ടൈമുണ്ടല്ലോ. നമ്മൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഈ വിശ്വസിനാണ് ഞാൻ അത് വരുമ്പോൾ അത് നടക്കും. അല്ലാതെ നമ്മൾ എന്ത് കുത്തി വന്നിട്ട് കാര്യമില്ല. ഇപ്പോഴതിൻ്റെ ടൈമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഉദ്ഘാടനം PTA അവര് കുറച്ച് വിട്ടു നിൽക്കുകയാണ്. എന്താ വെച്ചാൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അതിനകത്ത് ഉദ്ഘാടനം ചെയ്തൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊക്കെ വെച്ച് പരീക്ഷയായി വേറൊന്നായി. അപ്പോൾ എനിക്കും ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീളമായി ആൾക്കാർ എന്താ ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികളായിട്ട് പ്രതീക്ഷിച്ചിരിക്കണം. കഴിക്കുന്നതല്ലോ സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് ഇതിൻ്റെ ടൈം എത്തിപ്പെട്ടത്. അത് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം. പിന്നെ ഒന്ന് പറയാനുള്ളത്, അത് ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിച്ച് ഇത്രയും കുട്ടികൾ ഇവിടെ ഉള്ളതാണ്. പക്ഷെ എല്ലാവരും കൂടി പോയി കഴിക്കാൻ പറ്റില്ല. ഡാൻസായിട്ട് അതിൻ്റെ ആൾക്കാർ അത് കൊണ്ടുപോയി അല്ലെങ്കിൽ അതുകൊണ്ട് അപകടം സംഭവിച്ചിരുന്നത് അത് കുറ്റം വരും. രണ്ടാമത് പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ നാട്ടോട് കൈവശപ്പെടുത്താം. ഓരോരോ ക്ലാസ്സിൽ നിന്നുള്ള പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ LKG UKG എല്ലാവർക്കും ഉപയോഗിക്കാം. ഓരോ ടൈം നിശ്ചയിച്ച് കണ്ട കുട്ടികൾക്കൊക്കെ ഒരു കുറച്ച് നേരം ഒരു ആവേശം ഒരു ഉള്ള ഒരു സംവിധാനമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. കുട്ടിയോടുകൂടെ കൊണ്ടു കിടക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത് LKG അല്ലത് CPന്റെ വക 25,000 രൂപ കിട്ടിയത് നമ്മളെ ക്ലാസ് റൂമുകളിലൊക്കെ ഈ പ്രൊജക്ടറാണ് ഇപ്പോൾ വെക്കുന്നത്. മറ്റേ ടെലിവിഷനെക്കാളും നല്ലത് അതാണെന്ന് പറഞ്ഞ പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി പോയി 2-3 കോഴിക്കോട് മെഡിക്കട്ടൊക്കെ ശരിയാക്കി അതും കൊണ്ടുവന്നു 4 പ്രൊജക്ടർ അതിനുള്ള സാധനങ്ങൾ സൗണ്ട് ബോക്സുകൾ ഫിറ്റിംഗ്സുകൾ നടക്കുക. അതിനൊപ്പം 75 രൂപ കിട്ടിയതിനും കൂടിയിട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ കൃത്യങ്ങളുടെ കണക്ക് ഇതിൻ്റെ കൃത്യമായി കിട്ടിയില്ല. അടുത്ത ദിവസമാണ് 7,000 എണ്ണക്കാത്തത് അയാൾക്ക് മാഷ് കൊണ്ടുവന്നത് ഇതിൻ്റെ സ്ക്രീൻ വാങ്ങി അത് വാങ്ങിയില്ല. അതുകൊണ്ട് അതിൻ്റെതും 75 കൊണ്ട് കിട്ടിയത് അതിന് 19 രൂപ കൂട്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാനിതൊന്നും മറ്റുള്ളവരെ ഇതിൻ്റെ സ്വന്തം ചെലവിലാണ് ഇതൊക്കെ. അതിന് ചില വിമർശനങ്ങൾ മറ്റേ മറിച്ചപ്പോൾ അപ്പോൾ മാനസിക വിഷമം വന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ പറയുകയാണ്. അതൊന്നും ഉണ്ടായാൽ ഈ സ്കൂളിൽ വേണ്ടി സണിമാഷ് പറഞ്ഞ മാതിരി എന്ത് കാര്യം ചെയ്യാനും ഞാനത് നന്മയായി ഒരു നമ്മുടെ മറ്റുള്ള നമ്മളെ മരണശേഷം നമുക്കൊരു ഉപകാരപ്പെടുന്ന സംഭവമായി മാറും ഇതൊക്കെ ചെയ്യേണ്ടതിന് കൂടിയിട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു മാസം സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് ഈ ലോകം പരലോകം അവർക്കുണ്ടാവും. ഉദ്യോഗത്തിൽ വിരമിച്ചൊരു മനുഷ്യനാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കാണുമ്പോൾ അത്ര തോന്നുന്നുണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഒരു അധ്യാപകനുണ്ട്, ഗുരുനാഥൻ ഏത് വഴിക്ക് പോകണമെങ്കിലും എവിടെ ചെല്ലുകയാണെങ്കിൽ അയാളെ മാനിക്കാനും അവരെ വന്ദിക്കാനും
ഇന്നത്തെ ഈ കാലഘട്ടത്തിലും തയ്യാറെടുത്ത് ഇതിന്റെ എത്രയോ അനുഭവങ്ങളുണ്ട്. രജിസ്ട്രേഷൻ ഞാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കുടുംബക്കാരൻ കുടുംബ ഡോക്ടർ തന്നെ ചെയ്തപ്പോൾ കഞ്ഞി ചെയ്ത് തുടങ്ങിയതാണ്. 80 വയസ്സായി. രജിസ്ട്രേഷൻ എനിക്കൊരു മതിൽ ഇറങ്ങിയാണ്. രജിസ്ട്രേഷൻ അവിടെ നിന്നപ്പോൾ ആ ചെറിയ എണീറ്റ് നടന്ന സ്കൂളിലെ മാനേജർ പി ടി മുഹമ്മദ് ഹാജി, പ്രിയപ്പെട്ട മിസ്റ്റർ ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് മഞ്ജു ടീച്ചർ, SRT കൺവീനർ ശ്രീമതി മുൻസിബ ടീച്ചർ, പ്രിയപ്പെട്ട ആശംസകൾ അർപ്പിക്കുന്ന അനീഷ് മാസ്, പ്രിയപ്പെട്ട വിനോദ് മാസ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, നമ്മുടെ ഈ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് നമ്മുടെ സ്കൂളിന്റെ ഒരു പാർക്ക്, ഔപചാരികമായ പാർക്കിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത്. ആരും വീഴരുത്. നേരത്തെ നിന്ന സ്ഥലത്തേക്ക് നിൽക്കുക. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവരും അവിടേക്ക് അടുത്തേക്ക് ചെല്ലുക. നമ്മുടെ വിദ്യാലയത്തിന്റെ, നമ്മുടെ മക്കളുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്കൂളിലെ മക്കൾക്ക് കളിക്കുവാനായിട്ട് പ്രിയപ്പെട്ട മാനേജർ സ്പോൺസർ ചെയ്ത നമ്മുടെ പാർക്ക് ഇതാ ഔപചാരികമായി നാളെ വിളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെല്ലാവരും ഇവിടെ പറയുന്ന എല്ലാവരും കൂടി അങ്ങോട്ട് നിൽക്കുക, അവിടേക്ക് നിൽക്കുക, ചേർന്ന് നിൽക്കുക, ചേർന്ന് നിൽക്കുക. അവിടെ ബഹളം വെക്കരുത്. 4ാം ക്ലാസ്സിലെ കുട്ടികൾ ബഹളം വെക്കരുത്. അവിടെ വളരെ അടുക്കും ചിട്ടയോടും കൂടി നിന്നുകൊണ്ട് ആ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുക. എല്ലാ ടീച്ചേഴ്സും, നഴ്സറി ടീച്ചേഴ്സ് എല്ലാവരും അതിന് അടുത്തോട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അവിടെ ആ പാചകപ്പുരയുടെ അടുത്ത അനീഷ്മ അവിടെ 2 വർഷം ഓക്കെ. എല്ലാവരും കൈയടിച്ച് ഈ മനോഹരമായ നമ്മുടെ ചിരകാല സ്വപ്നം പൂവണിയുകയാണ്. ഈ മനോഹരമായ ഈ സന്ദർഭത്തിൽ സാക്ഷ്യം വഹിക്കുക. പ്രിയപ്പെട്ട മക്കളെല്ലാവരും കൈയടിക്കുക, മനോഹരമായി കൈയടിക്കുക. കളിയക്കമുക്ക് MLP സ്കൂൾ 102ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനേജ്മെന്റ് സ്പോൺസർ ചെയ്ത കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. LKG കുട്ടികൾ ആദ്യമായിട്ട് ആ കളിസ്ഥലത്തേക്ക് കടന്നിരിക്കുകയാണ്.